നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ സിനിമ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ മഹാവിജയത്തിന് ശേഷം പുതിയൊരു സിനിമ ബസൂക്കയാണ് നമുക്ക് തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷം കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ ഫേക്കാണെന്ന് വരെ പറഞ്ഞവരുണ്ടായിരുന്നു. മറ്റൊന്നല്ല, ഗൗതം വാസുദേവ് മേനോൻ, നമുക്കറിയാം തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു സംവിധായകനാണ്, മികച്ച സംവിധായകനാണ് ഗൗതം വാസുദേവ് മേനോൻ. അദ്ദേഹം ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, മലയാളം സിനിമകളിൽ വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിൽ ഗൗതം വാസുദേവ് മേനോനും മമ്മൂട്ടിയും കൂടിയിട്ട് ഒരുമിച്ചിട്ടൊരു സിനിമ വരാൻ പോവുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ബസൂക്ക എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയും ഗൗതം വാസുദേവ് മേനോനും അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരാൻ പോകുക എന്നുള്ളത് വളരെ പ്രതീക്ഷകളിലാണ് മമ്മൂട്ടി ഫാൻസുകാരും അതുപോലെ തന്നെ സിനിമാ പ്രേമികളും. അപ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ ആ ഒരു ബാനറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ആ ഒരു ലൊക്കേഷൻ ബാനറിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മമ്മൂട്ടി ഒരു പ്രത്യേക ഗെറ്റപ്പിലാണ്, ഒരു പ്രത്യേക ലുക്കിലാണ് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമ റോഷാക്ക് എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് റോഷാക്ക്, നൻപകൽ നേരത്ത്, മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ എന്ന് പറയുന്ന സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള കാതൽ എന്ന് പറയുന്ന സിനിമയാണ് ജ്യോതിക എന്ന് പറയുന്ന നടിയൊക്കെ, തമിഴ്നാട്ടിൽ നിന്നും ജ്യോതിക എന്ന് പറയുന്ന നടി വന്നിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ, അതും സൂപ്പർ ഹിറ്റ് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള സിനിമയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമ മഹാവിജയത്തിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിലാണ് പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ബ്രാൻഡിനോട് തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ സിനിമകളും വിജയിച്ച് കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഹാട്രിക് എന്നല്ല, അതിനപ്പുറത്തേക്ക് വരുന്ന വിജയങ്ങളാണ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി ഇറക്കുന്ന എല്ലാ സിനിമകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ സിനിമ, ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പേരെന്താണെന്നുള്ളതൊന്നും കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, പുതിയതായിട്ടുള്ള ന്യൂസുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഈ ഒരു കൂട്ടുകെട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു സിനിമയും മഹാവിജയം തന്നെയാണ് ആവാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ബ്രാൻഡിനോടുള്ള വിശ്വാസവും മറ്റൊന്നും വേണ്ട. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും നമ്മളെല്ലാവരും തന്നെ. എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാജേഷ്.